അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലുലുവിൽ, കോട്ടയത്തുള്ള ലുലുവിലേക്ക് പോകാമെന്ന് ഓർത്തെ. ഇന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് പുറത്തൊക്കെ പോകാം, ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനും മിന്നും കൂടിയായിട്ടാണ് പോകുന്നത്. മിന്നിൻ്റെ വർക്ക് തീർന്നിട്ടില്ല, അവൾ വണ്ടിക്കകത്തിരുന്ന് വർക്ക് ചെയ്യുക. പിന്നെ കോട്ടയത്ത് നിന്ന് അമ്മ വരുന്നുണ്ട്, ഇന്ന് അമ്മ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അബി എന്ന് പറഞ്ഞിട്ട്. അവന് എറണാകുളത്ത് രാജഗിരിയിൽ ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ അവന് വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം വീട്ടിലോട്ട് പോയി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോരെ, നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോകാം എന്ന് പറഞ്ഞു. അബിയെ നിങ്ങൾ വേറെ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവരെ കൂട്ടാൻ പോവാം നമുക്ക്. ആസ് യൂഷ്വൽ കഞ്ഞിക്കുഴി മുഴുവൻ ബ്ലോക്ക് ആട്ടോ. ഇത് മനോരമ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി താവോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അവിടെ ആ വഴി പോയി കഴിഞ്ഞാൽ ലുലുവിലേക്ക് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അവിടെയും കട്ട ബ്ലോക്കായിരുന്നു കേട്ടോ. എന്തോ വഴിയിൽ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു. ആംബുലൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും അവിടെ പോസ്റ്റ് അടിച്ച് കിടന്നു കേട്ടോ. ഒരു വിധത്തിൽ ഉന്തി തള്ളി ലുലുവിൻ്റെ ഭാഗത്തൊക്കെ അവരെത്തി. അവിടെ പിന്നെ എന്നും സ്ഥിരമായിട്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല. നമ്മൾ ഇന്ന് വന്നേക്കുന്ന കോട്ടയത്തുള്ള ലുലുവിലോട്ട് കേട്ടോ. നമ്മൾ മാസത്തിലൊരിക്കൽ അവിടെ വരാറുണ്ട്. നമ്മുടെ മന്ത്ലി ഷോപ്പിങ്ങിന് വേണ്ടി മിക്കവാറും ഇപ്പോൾ ലുലുവിൽ തന്നെയാണ് പ്രിഫേർഡ്. ഞങ്ങൾ സാധാരണ വീക്കെൻഡ്സിൽ വരാറില്ല, വീക്ക് ഡേയ്സിൽ വരത്തേ ഉള്ളൂ. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും, ഷോപ്പ് ചെയ്യും, തിരിച്ചു പോകുന്നു. അങ്ങനെയാണ്. ലുലുവിൽ ഈ 4, 5, 6 ദിവസങ്ങളിൽ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ നമ്മൾ പോകുന്നത്. ആ ഫ്രണ്ടിലത്തുള്ള പാർക്കിങ് ഫുള്ളാണ്. അപ്പം വണ്ടികളെല്ലാം മേളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ സെക്യൂരിറ്റിമാർ. അമ്മയും അബിക്കൂട്ടനും ഓൾറെഡി നേരത്തെ ലുലുവിലേക്ക് ഓട്ടോ എടുത്ത് പോകുന്നായിരുന്നു. ഈ ട്രാഫിക് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ എത്താൻ ലേറ്റ് ആവുന്നു. ഈ എൻട്രൻസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ മിനുവിനോട് പറഞ്ഞു, എടി നീ ഇറങ്ങിക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന്. എന്നിട്ട് ഞാൻ മേളിലുള്ള പാർക്കിങ്ങിലേക്ക് പോയിട്ടോ. അത് പോയി ഏറ്റവും ടോപ്പിൽ ആ ഓപ്പൺ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് കിട്ടിയത്. ഇതാ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലത്തെ പാർക്കിംഗ് കിടക്കുന്ന വണ്ടികളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എന്തോരം വണ്ടികൾ ഇവിടെ ഉണ്ടെന്ന്. ഓഫറിൻ്റെ പേരും മഴ കേട്ടോ, അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടി. മിന്നു നേരത്തെ തന്നെ പോയി വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. തിരക്ക് കാരണം അവിടുത്തെ സാധനങ്ങൾ വരെ എല്ലാം തട്ടി താഴെ വീഴുമായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പോയി ഒരു വിധത്തിലെല്ലാം എടുത്തു. ഓഫറുള്ള ഏരിയയിലേക്ക് അടുക്കാനേ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ആൾ നിൽക്കുക കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് മാരിനേറ്റഡ് ചിക്കൻ മേടിച്ചു കേട്ടോ. ഒരു മസാല വരട്ടിയതും ടിക്കയാക്കാൻ പറ്റിയതും ബോൺലെസ്സും ബോണുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പേസ്ട്രി സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ പോയിട്ടൊരു ഹണി കേക്കും കുറച്ച് പേസ്ട്രിയും നമ്മൾ മേടിച്ചു. ഈ കപ്പിലിരിക്കുന്ന കേക്ക് കേട്ടോ, അത് കാണാൻ നല്ല രസമുണ്ട്. കൊള്ള വിലയാണ്ട് മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് തന്തൂരി ചിക്കൻ മേടിച്ചായിരുന്നു. നമുക്ക് വൈകിട്ട് ഡിന്നറായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ഫുഡ് ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് തീരാറായി കേട്ടോ. നമ്മൾ പാലും തൈരും ബ്രെഡും കുറച്ച് സ്നാക്സും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നമ്മുടെ ബില്ലിങ്ങിൻ്റെ അവിടെ പോയി നിൽക്കുക കേട്ടോ. ബില്ല് ചെയ്യാനുള്ള തിരക്ക് കണ്ടപ്പം ഈ ട്രേ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോയാലോ എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മൾ നിൽക്കുന്നത്. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി അമ്മേനെ അബീനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി മേലിലോട്ട് പോകുന്നു കേട്ടോ, ഫുഡ് കോർട്ടിലേക്ക്. ഇതാ മാളിലെ എൻട്രൻസിലുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടൊരു മസാല മോമോസ് അവിടെ നിന്ന് ഓർഡർ ചെയ്തു. പിന്നെ അവിടെ അന്നപൂർണ്ണയിൽ നിന്നൊരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിപ്പ് തുടങ്ങി കേട്ടോ. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോമോസ് കിട്ടി. ആകെ 6 ഉണ്ടായിരുന്നു. ബെൽജിയം വാഫിളിൽ നിന്നൊരു കിക്കാറ്റ് വാഫിൾ മേടിച്ചു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 9 മണി 10 മണിയായി. ഇപ്പോഴും തിരക്കൊന്നും കുറവില്ല കേട്ടോ. ഈ 10 മണിയായിട്ടും വണ്ടികളൊക്കെ അവിടെ ക്യൂ കിടക്കുക ലൈനായിട്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ പ്ലേ ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്തു നിന്നൊരു കോൾ വന്നു. അവർ സാധനമൊക്കെ മേടിച്ച് ബില്ല് ചെയ്തിട്ടുണ്ട്, ട്രോളിയൊക്കെ ആയിട്ട് ഇതാ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റൊക്കെ എടുത്ത് മണ്ടേ കയറി നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോയി കേട്ടോ. ഇന്നും സഞ്ചി എടുക്കാൻ മറന്നു, അതുകൊണ്ട് എല്ലാ സാധനവും ഡിക്കിക്കകത്താണ് കയറ്റിയിട്ടേക്കുന്നത്. അമ്മയും അബിയും വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അവർക്ക് മനസ്സിലായി ഒരുമിച്ച് കഴിപ്പൊന്നും നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. എനിക്കവിടെ വലിയ ഓഫറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. സാധാരണ അവിടെ ഉള്ള പ്രൈസിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂട്ടിയിട്ടിട്ട് ആ പ്രൈസ് കുറച്ച് കാണിച്ചായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ മിക്കവാറും സാധനം മേടിക്കാതെ തിരക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചു പോയേനെ. ഇതോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഓഫർ എന്ന് പറയുമ്പോൾ 2 വട്ടം ആലോചിച്ചിട്ട് ഇനി ഞാൻ വരുള്ളൂ.